നമസ്കാരം. ഇൻട്രസ്റ്റെല്ലർ എന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ മനുഷ്യനെ ഒരുപാട് കാലത്തേക്ക് പ്രായം കൂടാതെ ഉറക്കി വെക്കുന്ന ഒരു ടെക്നോളജി അതിൽ കാണിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റെല്ലർ സിനിമയിൽ മാത്രമല്ല, മറ്റ് ധാരാളം സൈഫൈ ഹോളിവുഡ് സിനിമകളിലും ഇത്തരത്തിലുള്ള ടെക്നോളജികളെ കുറിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു ടെക്നോളജി യഥാർത്ഥത്തിലുണ്ടോ എന്നാണ് നമ്മളിന്നൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇത്തരത്തിലൊരു ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഞെട്ടിയല്ലേ? എന്നാൽ ഈ ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ക്രയോണിക് ടെക്നോളജി എന്ന്. എന്താണ് ക്രയോണിക് ടെക്നോളജി എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം, പറയാം. ഓക്കെ, ഇപ്പോൾ ക്രയോണിക് ടെക്നോളജി എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 2-3 കമ്പനികൾ ഈ ഒരു പുതിയ ഒരാശയമായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇത്തരത്തിൽ മനുഷ്യനെ പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ടെക്നോളജിയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കയ്യിൽ $28,000 അഥവാ 25 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കും ഇതേപോലെ മരണസമയത്ത് നമ്മുടെ ബോഡി പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നൈട്രജൻ ലിക്വിഡാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇത്രയും തണുപ്പിച്ച് ബോഡിയെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നൈട്രജൻ ലിക്വിഡ് ഇത്തരത്തിലുള്ള ടാങ്ക് പോലുള്ള ഒരു പെട്ടിക്കകത്ത് മനുഷ്യൻ്റെ ബോഡി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഈ ലിക്വിഡ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ കോശങ്ങളും അതുപോലെ മനുഷ്യൻ്റെ ബ്ലഡും ഒക്കെ നശിക്കാതെ വർഷങ്ങളോളം അങ്ങനെ അതിന് നിലനിൽക്കും. പിന്നീട് ഭാവി കാലത്ത് ഇത്തരം ഒരു സാങ്കേതികവിദ്യ സാധ്യമായാൽ ഈ പറയുന്ന മനുഷ്യന്മാരെ പുതിയൊരു കാലത്ത് ഇവർ മരിച്ചിരിക്കുന്ന അതേ പ്രായത്തിൽ വീണ്ടും എഴുന്നേൽപ്പിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഈ സാങ്കേതികവിദ്യയായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്ന ഈ കമ്പനികളെല്ലാം പറയുന്നത്.